പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ചോദ്യം. സ്റ്റാൻഡേർഡ് 9th മാത്സ് ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 70 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 30. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇവിടെ സമ്മും തന്നിട്ടുണ്ട്, ഡിഫറൻസും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറുകളാണ്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോകാം. നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. നമുക്ക് ആ നമ്പറുകൾ നമുക്ക് അറിയത്തില്ല. നമുക്കതിനെ എക്സ് എന്ന് വൈ എന്നും വിളിക്കാം. എക്സ് എന്നും വൈ എന്നും ആ നമ്പറുകൾ നമുക്ക് വിളിക്കാം. ഓക്കെ. ഇനി സം അല്ലേ, സം ഓഫ് ടു നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു നമ്പറുകൾ ഒന്ന് എക്സ് ആണ്, രണ്ടാമത്തേത് വൈ ആണ്. അവയുടെ സം എന്ന് പറയുന്നത് പ്ലസ് അല്ലേ, അഡീഷണല്ലേ. ഇപ്പോൾ എക്സ് പ്ലസ് വൈ സമം 70 എന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. രണ്ടാമത് ഡിഫറൻസ് അല്ലേ, അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ മൈനസ് ആണ്. അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ആണ്. നമ്മൾ 30 എന്ന് എഴുതി നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്ത്. അത്രയും ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും എക്സിനെ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ വൈയെ ക്യാൻസൽ ചെയ്യണം. നമുക്ക് എക്സ് ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം, അല്ലെങ്കിൽ വൈ ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത്, ഇത് പ്ലസ് അല്ലേ, ഇത് മൈനസ് അല്ലേ. രണ്ടും വൈ ആണ്. ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെയും ഒരു വൈ ആണ്. അപ്പോൾ സെയിം നമ്പറാണ്. അപ്പോൾ പ്ലസും മൈനസും രണ്ട് സൈൻ ആണെങ്കിൽ അവ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ഗിവ്സ്. ഇവയെ നമ്മൾ കൂട്ടുന്നു. അപ്പോൾ എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2x കിട്ടും. പ്ലസ് വൈയും മൈനസ് വൈയും രണ്ട് തരം സൈനാണ്. അപ്പോൾ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറയ്ക്കുമ്പോൾ y മൈനസ് വൈ എന്ന് പറയുന്നത് 0 ആകും. ഓക്കെ. ഈസ് ഈക്വൽ ടു 70 + 30 നമുക്ക് 100 എന്ന് കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം 2x എന്ന് പറയുന്നത് 100 ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് 100, 2x 100 ആണെങ്കിൽ എക്സ് കാണുവാനായിട്ട് ഈ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടി. നമുക്കൊരു നമ്പർ കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. ഇപ്പോൾ രണ്ടാമത്തെ വൈ കാണാനുമായിട്ട് നമുക്ക് ഇക്വേഷൻ 1 നിങ്ങൾ കണ്ടോ? ഇക്വേഷൻ 1 നമുക്ക് ഒന്നുകൂടെ എഴുതിയാലോ. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 70. ഇത് ഇക്വേഷൻ 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഇക്വേഷൻ 1ലേക്ക് നമുക്ക് കിട്ടിയ എക്സിൻ്റെ വില ഒന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 50 അല്ലേ. അപ്പോൾ എക്സിന് നമുക്ക് 50 എന്ന് വില കൊടുക്കാം. വൈ നമുക്ക് അറിയത്തില്ല, നമുക്ക് വേണം. വൈ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. 70 എന്ന് എഴുതാം. നമുക്ക് വൈ ആണ് വേണ്ടത്. ഓൾറെഡി ഇവിടെ സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ 70 ഉണ്ട്. അവിടെ നമ്മളൊരു ചേഞ്ചും വരുത്തുന്നില്ല. ഈ 50 എന്ന് പറയുന്നത് ഈ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ ഈ 50ന് 50യെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 50ൻ്റെ സൈൻ മാറും. പ്ലസ് 50 എന്നുള്ളത് മൈനസ് 50 ആകും. അതായത് നമുക്ക് ആൻസർ 20 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്കെല്ലാം കിട്ടിയല്ലോ. എന്തൊക്കെ കിട്ടി? എക്സ് 50 കിട്ടി, വൈ 20 കിട്ടി. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് വരും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള, അല്പം കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കേ.